ഞാൻ ഉദ്ദേശിച്ച വെളിച്ചം എന്ന് പറയുന്നത് ഏതൊരുത്തന്റെയും മനസ്സിലേക്ക് പ്രകാശം പരത്തുക എന്ന് തന്നെയാണ്. വെളിച്ചം എന്നുള്ള പേര് പോലും അവിടെ ഞാൻ നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കുറെ പേര് സപ്പോർട്ട് ചെയ്തു, കുറെ പേര് എനിക്ക് വട്ടാണെന്ന് പറഞ്ഞ് നടന്നു. ഉമ്മയുടെ പ്രസൻസ് എപ്പോഴും എഴുത്തിലായാലും പ്രവർത്തന രംഗത്തായാലും എന്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുസ്തകങ്ങളിലൂടെ നാടിന് വെളിച്ചം പകരുകയാണ് ഫരീന കോട്ടപ്പുറം. എഴുത്തുകാരിയും അധ്യാപികയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകയുമായ ഫരീന കോട്ടപ്പുറം സ്വദേശമായ നീലേശ്വരം കോട്ടപ്പുറത്തെ ബോട്ട് ടെർമിനലിൽ വെളിച്ചം എന്ന പേരിൽ കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ലൈബ്രറി ഒരുക്കിയാണ് നാട്ടുകാർക്ക് സുപരിചിതയായത്. കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ദുരന്തബാധിതർക്ക് വേണ്ടി അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരരംഗത്ത് സജീവ സാന്നിധ്യമാണ് ഫരീന കോട്ടപ്പുറം. ഒറ്റപ്പെട്ട് കഴിയുന്ന വനിതകൾക്ക് വേണ്ടി നാടിൻ്റെ പേരിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ സാമൂഹിക സാംസ്കാരിക പ്രവർത്തക. സഹപര്യ സാംസ്കാരിക വേദിയുടെ വായനാ പുരസ്കാരം ഉൾപ്പെടെ നിരവധി സംഘടനകളുടെ അംഗീകാരങ്ങൾ ഫരീന കോട്ടപ്പുറത്തിന് ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം കോട്ടപ്പുറത്താണ് വീട്. അപ്പോൾ അധ്യാപികയാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു പ്രീ സ്കൂൾ നടത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ വെളിച്ചം എന്നുള്ള പേരിൽ ഒരു വായനായിടം, കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ലൈബ്രറിയാണ്. ഹൗസ് ബോട്ട് ടെർമിനലിലാണ്, കോട്ടപ്പുറത്ത് തന്നെയാണ്. 100 പുസ്തകങ്ങൾ വെച്ച് തുടങ്ങിയതാണ്. ഇപ്പം 900 പുസ്തകങ്ങളായിട്ട് 3 ഷെൽഫുകളായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 4:30 മുതൽ 6:30 വരെയാണ് പ്രവർത്തന സമയം. ഒരുപാട് ആൾക്കാർ നമ്മുടെ പ്രദേശത്തുള്ളത് മാത്രമല്ല, അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ ഒക്കെ ഇതിനോടകം വെളിച്ചം വായനായിടത്തിന്റെ ഭാഗമാവുന്നുണ്ട്. പുസ്തകങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു 2 മണിക്കൂർ ഫലപ്രദമായ രീതിയിൽ പുസ്തകങ്ങളിലേക്കും വായനയിലേക്കും ആൾക്കാരെ കൊണ്ടുവരാൻ വെളിച്ചത്തിന് പറ്റുന്നുണ്ട്. ഈ ഒരു വെളിച്ചം കൊണ്ടുവരണമെന്ന് അക്ഷരാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് വെളിച്ചം തന്നെയാണ്. മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ജനങ്ങൾ ഒന്നിച്ച് ഒരു കുടക്കീഴിലിരിക്കുക, പരസ്പര ആശയവിനിമയം നടത്തുക. ഇപ്പം ഒരു മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ആർക്കും ഒരു ഇടങ്ങളില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം അതിന്റെ ചട്ടക്കൂടുകൾ പൊളിച്ചു മാറ്റണം. ഒരു പൊതു ഇടം എല്ലാവർക്കും ആവശ്യമാണ് എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. പിന്നെ പലപ്പോഴും കുട്ടികളിലേക്ക് ക്ഷമാശീലം വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയൊക്കെ നമുക്കറിയാം. ആത്മഹത്യകൾ കൂടുന്നുണ്ട്. അതുപോലെ മറ്റു കുറ്റകൃത്യങ്ങൾ ഒരുപാട് ചെയ്യുന്ന ഒരു തലമുറയാണ് ഇപ്പം വളർന്നു വരുന്നത്. അപ്പൊ അവരിലേക്ക് ക്ഷമയുടെ ഒരു തിരുനാളം കൊളുത്തുക എന്നുള്ള ഉദ്ദേശമാണ് വെളിച്ചം ഉദ്ദേശിക്കുന്നത്. ഏറെക്കുറെ നല്ലൊരു വായനക്കാരനെ കണ്ടെത്താൻ പറ്റുന്നുണ്ട് വെളിച്ചത്തിന്. അപ്പോൾ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു പുതിയ ആശയമാണ്. ഒരു തുറന്ന ഇടങ്ങളിൽ പുസ്തകങ്ങൾ വെക്കുക, അത് വായനയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക. കാരണം നമ്മളിപ്പം ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ വായിക്കുന്നതൊക്കെ പുസ്തകങ്ങളോട് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു തുറന്ന ഇടത്ത് ഷെൽഫിനകത്ത് കുറച്ച് പുസ്തകങ്ങൾ കാണുമ്പോൾ വെറുതെ അവിടെ ഉല്ലസിക്കാൻ വന്നവർ ഒരു പുസ്തകം എടുത്ത് നോക്കുന്നു. ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ആ പേര് കാണുന്നു, ഒന്നുമില്ലെങ്കിൽ ആ പുസ്തകം എടുത്ത് ഒരു സെൽഫി എടുക്കുന്നു. ഞാൻ ആദ്യമൊക്കെ അത്രേ ഉദ്ദേശിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു ഇടം വേണം. പുസ്തകങ്ങളിലൂടെയും കണ്ണ് പോവുക, തേജസ്വിനിയുടെ മനോഹാരിത ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ വരികളും മനസ്സിലേക്ക് കയറി വരിക. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു തുറന്ന ഇടത്ത്, ആ ഒരു ഇടത്ത് ഞാൻ പുസ്തകം വെക്കാൻ തുടങ്ങിയത്. അപ്പം സപ്പോർട്ട് എന്ന് പറഞ്ഞാല് കുറെ പേര് സപ്പോർട്ട് ചെയ്തു, കുറെ പേര് എനിക്ക് വട്ടാണെന്ന് പറഞ്ഞ് നടന്നു. അപ്പോൾ സാധാരണ ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ ഒരു മതത്തിന്റെയും ഒരു രാഷ്ട്രീയത്തിന്റെയും പിൻബലം ആണ് എല്ലാവരും. എന്തിനും നമ്മുടെ ഒരു ആഘോഷങ്ങളായാലും എന്തായാലും വിത്തുകളും അങ്ങനെയുള്ള എന്തെങ്കിലും ഇല്ലാതെ നമുക്കൊരു ആഘോഷങ്ങളില്ല, ഒരു സന്തോഷിക്കാനുള്ള വകുപ്പില്ല, ഒന്നുമില്ല. അപ്പൊ അതൊന്നും ഇല്ലാതെ ഞാൻ ഉദ്ദേശിച്ച വെളിച്ചം എന്ന് പറയുന്നത് ഏതൊരുത്തന്റെയും മനസ്സിലേക്ക്
പ്രകാശം പരത്തുക എന്ന് തന്നെയാണ്. വെളിച്ചം എന്നുള്ള പേര് പോലും അവിടെ ഞാൻ നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എല്ലാവരിലേക്കും വെളിച്ചം പകരുക. അവിടെ ഇന്ന കാറ്റഗറിയിലുള്ള പുസ്തകം മാത്രമേ വെക്കും, ഇന്ന വിഭാഗത്തിൻ്റെത് മാത്രമേ വെക്കും, അങ്ങനെ ഒന്നുമില്ല. അവിടെ തരുന്ന ഓരോ പുസ്തകങ്ങളും അവിടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. എല്ലാം ആൾക്കാരിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. ഒരുപാട് സൗഹൃദങ്ങൾ അതിന് പിന്നിൽ സഹായിച്ചിട്ടുണ്ട്, കൂടെ നിന്നിട്ടുണ്ട്. കൂടെ നിന്നതെന്ന് വെച്ചാൽ മെയിൻലി എനിക്ക് അതിൽ നന്ദി പറയാനുള്ളത് നമ്മുടെ മെഡോസ് ടൂറിസം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. അവരാണ് ആ ഒരു ടെർമിനല് എനിക്ക് ആ ഒരു ഇടം വിട്ടുതരികയും എനിക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് എൻ്റെ ലോകത്തിലേക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. എല്ലാ മാസവും പുസ്തക ചർച്ചകൾ വെക്കാറുണ്ട്. അതേപോലെ തന്നെ വിശേഷ ദിവസങ്ങളിൽ ക്വിസ് കോമ്പറ്റീഷൻ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഓണത്തിന് നമ്മളൊരു വലിയ പൂക്കള മത്സരം നടത്തി. അത് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അതിൽ പങ്കെടുക്കുകയും സമ്മാനം നേടുകയൊക്കെ ചെയ്തു. ഒരുപാട് വായിക്കുമായിരുന്നു. അപ്പോൾ വായന സ്വാഭാവികമായിട്ട് എഴുത്തിലേക്ക് നമ്മൾ നയിക്കുന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ള അനുഭവങ്ങൾ, ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത്. മെയിനായിട്ട് എൻഡോസൾഫാൻ വിക്ടിംസിന്റെ കൂടെ ആണ് കുറച്ചു കാലമായിട്ട്. അപ്പൊ അവരുടെ വിഷമങ്ങൾ നമ്മുടേതായിട്ട് മാറുമ്പോൾ, നമ്മുടെ ഉറക്കം കെടുത്തുന്ന അനുഭവമായിട്ട് മാറുമ്പോഴാണ് ചില എഴുത്തുകൾ വരുന്നത്. പിന്നെ നമ്മൾ നിസ്സഹായരായിട്ട് മാറുന്ന അവസ്ഥയാണ് ഒരു ചില കാര്യങ്ങളിലൊക്കെ. അപ്പൊ നമുക്ക് എന്തേലും പ്രതിഷേധം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ള ഒരു മീഡിയ എഴുത്തായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിൽ വരുന്ന വാക്കുകളും ഇതൊക്കെ കൂട്ടിവെച്ചാണ് അതിനെ കവിത എന്ന് വിളിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു പുസ്തകം ഇറക്കുകയാണെങ്കിൽ അതിന്റെ ഒരു എമൗണ്ട് എൻഡോസൾഫാൻ വിക്ടിംസിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് കരുതുന്നത്. ഈ ഒരു കവിത എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഞാൻ എവിടെയും ചൊല്ലുന്നൊരു കവിത. വക്ക് പൊട്ടിയ സ്ലേറ്റും എഴുതിത്തേഞ്ഞ പെൻസിലുമായിരുന്നു ബാല്യത്തിന് നിറം നൽകിയത്. വക്ക് പൊട്ടിയ സ്ലേറ്റും എഴുതിത്തേഞ്ഞ പെൻസിലുമായിരുന്നു ബാല്യത്തിന് നിറം നൽകിയത്. വട്ടത്തിലിരുന്ന് ഒരേ പ്ലേറ്റിൽ കഞ്ഞിയും പയറും കുടിച്ചപ്പോഴാണ് ഒത്തുകൂടലിന്റെ രുചി അറിഞ്ഞത്. വട്ടത്തിലിരുന്ന് ഒരേ പ്ലേറ്റിൽ കഞ്ഞിയും പയറും കുടിച്ചപ്പോഴാണ് ഒത്തുകൂടലിന്റെ രുചി അറിഞ്ഞത്. കണക്കുമാഷ് വരാതിരിക്കാൻ പള്ളിയിലും അമ്പലത്തിലും പൈസ നേർന്നപ്പോഴാണ് ദൈവങ്ങളെല്ലാം ഒന്നാണെന്ന നേരറിഞ്ഞത്. കണക്കുമാഷ് വരാതിരിക്കാൻ അമ്പലത്തിലും പള്ളിയിലും പൈസ നേർന്നപ്പോഴാണ് ദൈവങ്ങളെല്ലാം ഒന്നാണെന്ന നേരറിഞ്ഞത്. കൂട്ടുകാരികൾക്കായി മിഠായി തൂവാലയിൽ പൊതിഞ്ഞു പൊട്ടിച്ചു കൊടുത്തപ്പോഴാണ് പങ്കുവെക്കലിന്റെ മധുരം നുണഞ്ഞത്. കൂട്ടുകാരികൾക്കായി മിഠായി തൂവാലയിൽ പൊതിഞ്ഞു പൊട്ടിച്ചു കൊടുത്തപ്പോഴാണ് പങ്കുവെക്കലിന്റെ മധുരം നുണഞ്ഞത്. കൂട്ടുകാരിയെ കുടയിൽ ചേർത്തു നിർത്തിയപ്പോഴാണ് സന്തോഷത്തിന്റെ തണലും തണുപ്പും ആസ്വദിച്ചത്. കൂട്ടുകാരിയെ കുടയിൽ ചേർത്തു നിർത്തിയപ്പോഴാണ് സന്തോഷത്തിന്റെ തണലും തണുപ്പും ആസ്വദിച്ചത്. ഒരേ ബെഞ്ചിൽ ഇറുകിയിരുന്നു കൊണ്ടാണ് പുസ്തകങ്ങളിലെ പാഠത്തിനൊപ്പം ഒരുമയും ഞങ്ങൾ പഠിച്ചത്. ഒരേ ബെഞ്ചിൽ ഇറുകിയിരുന്നു കൊണ്ടാണ് പുസ്തകത്തിലെ പാഠത്തിനൊപ്പം ഒരുമയും ഞങ്ങൾ ഒന്നായി പഠിച്ചത്. അസംബ്ലിയിൽ പ്രതിജ്ഞ ചൊല്ലിക്കേട്ടപ്പോഴാണ് ദേശസ്നേഹം ആദ്യം അറിഞ്ഞത്. അസംബ്ലിയിൽ പ്രതിജ്ഞ ചൊല്ലിക്കേട്ടപ്പോഴാണ് ദേശസ്നേഹം ആദ്യം അറിഞ്ഞത്. ഭാരതത്തെ ആദ്യം കണ്ടതും ജീവിതത്തിന്റെ ഈണവും താളവും തൊട്ടറിഞ്ഞതും ഗംഗയും യമുനയും അലയടിച്ചൊഴുകിയതും ദേശീയ ഗാനത്തിലൂടെയായിരുന്നു. എൻഡോസൾഫാൻ മേഖലയിലേക്കും അതേപോലെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്കും കടന്നു വരുന്നതിന്റെ ആദ്യപടി എന്ന് പറയുന്നത് എന്മകജ എന്നുള്ള ഒരു പുസ്തകം തന്നെയാണ്. ശ്രീ അംബിക സുധമാങ്ങാടിന്റെ എൻ്റെ അധ്യാപകനും കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുന്ന, അദ്ദേഹത്തോട് കൂടുതൽ അടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ചില സാമൂഹിക ഉത്തരവാദിത്തം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ഇടയിലുള്ളവരും നമ്മൾ ചിരിക്കുമ്പോഴും കൂടെയുള്ളവരെ ചിരിക്കുന്നില്ല, അവരും കൂടെ ചിരിക്കുമ്പോഴാണ് നമ്മുടെ ചിരി മനോഹരമാകുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഒരു ചികിത്സാ കേന്ദ്രം ഇത്തരം കുട്ടികൾക്ക് ആവശ്യമാണ്, അവരുടെ രോഗം എന്താണ് എന്ന് മനസ്സിലാക്കി തന്നെ ചികിത്സിക്കുന്ന ഒരു കേന്ദ്രം കാസർഗോഡിന് നിർബന്ധമായിട്ടും വേണം എന്നുള്ളൊരു ചിന്തയിലൂടെയാണ് പൊതുരംഗങ്ങളിൽ വന്നു തുടങ്ങിയത്. അതായത് സമര രംഗങ്ങളിലൊക്കെ വന്നു തുടങ്ങിയത് അങ്ങനെയാണ്.
എൻഡോസൾഫാൻ മേഖലകളിൽ ചെയ്യുന്നത് തീരെ വയ്യാത്ത കുട്ടികൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനുള്ള സമരം, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെ കാര്യം അറിയാം നമുക്ക്. ഇത്തരം കുട്ടികൾ ഒരുപാട് ഉണ്ടായിട്ടും അവർക്കൊരു നല്ല ചികിത്സാ കേന്ദ്രം ഇല്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയാണ്. കാരണം ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ട ഒരു ഇടമാണ് കാസർഗോഡ്. അപ്പൊ ഇത്തരം കുഞ്ഞുങ്ങളെയും കൊണ്ട് മംഗലാപുരത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്കും ഇന്നും പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. അവരുടെ എന്താ പറയാ പുനരധിവാസ കേന്ദ്രങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ പോയി കാണും, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കും, അവർക്ക് പറ്റുന്ന രീതിയിൽ മരുന്നുകളും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നു. നമുക്കറിയാം വളരെ കഷ്ടപ്പെടുന്ന വീടുകളിലാണ് ഏറെക്കുറെ കുട്ടികൾ. കാരണം അച്ഛൻ ഇട്ടിട്ട് പോകും പല കുഞ്ഞുങ്ങളെയും. അപ്പോൾ അമ്മയാണ് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇത്തരം വയ്യാത്ത കുട്ടിയെ കൊണ്ട് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് അമ്മമാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ചില സംഘടനകളൊക്കെ കാണുകയും ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻഡോസൾഫാൻ, മെയിൻലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻഡോസൾഫാൻ ഇരകളോടൊപ്പം ചേരുന്നു. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച വിഷയങ്ങൾ, ചെറിയ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇത്തരം കാര്യങ്ങളിലാണ് ഇടപെടുന്നത്. അവരെ മാറ്റിയെടുക്കാനും ഒരു പുതിയ തലമുറയെ നല്ലൊരു തലമുറയായി വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അവരിലേക്ക് വായനാശീലം, ക്ഷമ, അങ്ങനെയുള്ള വായനയുടെ ലോകത്തേക്ക് അവരെ പിടിച്ചു കൊണ്ടുവരിക. മീൻസ് ഒരുമിച്ചിരുന്ന് ഈ മൊബൈൽ എന്ന് പറയുന്ന ഈ ഒരു സാങ്കേതിക വിദ്യയുടെ മറുവശം എഴുത്തിനെയും അതേപോലെ പുസ്തക ചർച്ചകള്, പരസ്പരം കൂടെ ഇരുന്ന് ആശയവിനിമയം നടത്തുമ്പോഴുണ്ടാകുന്ന ഒരു മനുഷ്യന്റെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഫീലിങ്സ്, അതൊക്കെ പരസ്പരം മനസ്സിലാക്കുക. അതൊക്കെയാണ് ഇന്നത്തെ തലമുറയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ എഴുത്ത് ആദ്യം ഒരു കവിത എഴുതിയാൽ വായിച്ച് കേൾപ്പിക്കുന്നൊക്കെ ഉമ്മനെയായിരുന്നു. ഉമ്മയുടെ പേര് യാസ്മിന മുഹമ്മദ് എന്നാണ്, യാസ്മിൻ എന്നാണ് വിളിക്കുക. ഉമ്മയാണ് എഴുത്തിന്റെ കാര്യത്തിൽ കൂടുതൽ സപ്പോർട്ടീവായിട്ട് കൂടെ ഉണ്ടാവുക. എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ ഒരു കന്നഡയാണ്, മലയാളം അങ്ങനെ അറിയില്ല. നേരത്തെ പറഞ്ഞ ഈ എൻമകജ എന്നുള്ള ഒരു പുസ്തകത്തിന്റെ കന്നഡ കോപ്പി ഞാൻ ഉമ്മക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മ എനിക്ക് തോന്നുന്നു വായിച്ച ഒരു മലയാളത്തിന്റെ ട്രാൻസ്ലേഷൻ വായിച്ച ഒരു പുസ്തകം എൻമകജ മാത്രമായിരിക്കും. അപ്പൊ ആ ഒരു ഫീലിങ്സ് ഉമ്മക്ക്. അപ്പൊ ഞാൻ ഇതിൽ എന്തെങ്കിലും ചെയ്യുമ്പോ എതിരൊന്നും പറയാറില്ല, അത് വേണ്ടാന്നോ. കാരണം ആ പുസ്തകം വായിച്ചപ്പോഴുണ്ടായ അനുഭവം ഉമ്മക്ക് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഒരാളായിരുന്നു, കൂടെ സപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ 2 വർഷം മുമ്പേ അസുഖബാധിതയായി മരിച്ചു. ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ ഉമ്മയുടെ പ്രസൻസ് എപ്പോഴും എഴുത്തിലായാലും പ്രവർത്തന രംഗത്തായാലും എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹസ്ബൻഡ് അബ്ദുൽ സമദ് തിരുവനന്തപുരത്ത് ബിസിനസ്സാണ്, ഹോട്ടലാണ്. പിന്നെ അതേപോലെ മോള് സഫ സഫ്രീൻ കോട്ടയത്ത് നാട്ടകം കോളേജില് 2nd ഇയർ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയാണ്. മോൻ ഹാസിൽ സഫർ, അവൻ 8ാം ക്ലാസ്സിൽ നീലേശ്വരം രാജാസിൽ പഠിക്കുകയാണ്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഉപ്പയുണ്ട്. ഉപ്പ PPC എന്നാണ് അറിയപ്പെടുന്നത്, മുഹമ്മദ് എന്നാണ് പേര്. ഉപ്പ ഞങ്ങൾ ഇത്ര പേരാണ് വീട്ടിൽ, ഞാനും മോനും ഉപ്പയും മാത്രമേ ഇപ്പോഴും. ഇത്തവണത്തെ സബരിയ സാംസ്കാരിക വേദിയുടെ വായനാ പുരസ്കാരം അതില് 2 എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ വെളിച്ചത്തിന്റെ പേരില് വായനയെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രമാണ് കിട്ടിയത്. സന്തോഷമാണ്. ഇങ്ങനെ പല അംഗീകാരങ്ങളും തേടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അംഗീകാരത്തിന്റെ പിറകെ എല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പാഷനായിട്ടാണ്. അപ്പോൾ ഇത്തരം അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയായി മാറുന്നു. അപ്പം അങ്ങനെ ഒരുപാട് സംഘടനകൾ ആദരവ് നൽകിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അംഗീകരിക്കുന്ന ഒരു വിഭാഗം നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം വരെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്നതാണ്, അൺഎയ്ഡഡ് സ്കൂളിലായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ചെറിയ പ്രീ സ്കൂള് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടി. വീട്ടിനടുത്ത് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഈ പറയുന്ന എല്ലാ തരത്തിലേക്കും എനിക്കൊന്ന് ഫോക്കസ് ചെയ്യാനും പുതിയതായിട്ട് എന്തെങ്കിലും ന്യൂ ഐഡിയാസ് നോക്കാനും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും അത് പ്രൊഡക്റ്റീവായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്നു എന്നുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്നു. 4:30 മുതൽ 6:30 വരെയാണ് വെളിച്ചത്തിന്റെ പ്രവർത്തനം നടക്കുന്നത്. അത് ആ ഒരു സമയക്രമം നമുക്ക് ക്രമപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഇനിയും ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ. നല്ലൊരു എന്താ പറയാ, സ്ത്രീകൾക്ക്, വിധവകളുണ്ട്, അതേപോലെ തന്നെ ജോലിയില്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്.
അവരൊക്കെ ഏകോപിച്ച് കൊണ്ടുവന്നിട്ട് എന്തേലും ഒരു നാടിൻ്റെ പേരിൽ തന്നെയാണ് ഞാനത് പുറത്തേക്ക് വലിയ രീതിയിൽ ഉദ്ദേശിക്കുന്നില്ല. കോട്ടപ്പുറത്തിൻ്റെ ബ്രാൻഡിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം. അതിൽ ഉദ്ദേശിക്കുന്നത് ഒരുപാട് സ്ത്രീകൾക്ക് ജോലി കൊടുക്കാം. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീ ആൻഡ് വിഡോസ്. കുറച്ച് കവിതകളുണ്ട്, അതുപോലെ കുറച്ച് കഥകളുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒരു പുസ്തക രൂപത്തിലാക്കണം. അപ്പോൾ ഇതൊരു വെളിച്ചത്തിന്റെ ഒരു പേരിൽ ചെയ്യാന്ന് വിചാരിക്കുന്നു. വെളിച്ചം ഒരു പ്രസാദന രംഗത്തേക്ക് കൂടി ഇറങ്ങാം എന്നും കൂടി കരുതുന്നുണ്ട്. അതിന്റെ ചിന്ത ഉണ്ട്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങളുണ്ട്. ഉടനെ ഒരു പുസ്തകം പ്രതീക്ഷിക്കാം. ഞാൻ ഉദ്ദേശിച്ച വെളിച്ചം എന്ന് പറയുന്നത് ഏതൊരുത്തന്റെയും മനസ്സിലേക്ക് പ്രകാശം പരത്തുക എന്ന് തന്നെയാണ്. വെളിച്ചം എന്നുള്ള പേര് പോലും അവിടെ ഞാൻ നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എല്ലാവരിലേക്കും വെളിച്ചം പകരുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക. നന്ദി.